രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന് പറയുന്ന ഒരു അസാധാരണ പ്രതിഭ ഇന്ന് കോൺഗ്രസിന്റെ പരിപാടിയിൽ പങ്കെടുത്തല്ലോ. രാഹുൽ മാങ്കൂട്ടത്തിൽ ഒരു എംപിയുടെ മകളെ അപമാനിച്ച് പീഡിപ്പിച്ച കോൺഗ്രസ് നേതാവ്, മന്ത്രിമാരുടെയും കോൺഗ്രസ് നേതാക്കന്മാരുടെയും ഭാര്യമാരെയും മക്കളെയും പെൺമക്കളെയും കേരളത്തിൽ ഓടി നടന്ന് അപമാനിച്ചുകൊണ്ടിരിക്കുന്ന നികൃഷ്ടനായിട്ടുള്ള ഒരു വ്യക്തി MLA ആണ്. അയാളെ കൊണ്ട് MLA സ്ഥാനം രാജിവെപ്പിക്കാനുള്ള ചങ്കൂറ്റം ഈ കെ മുരളീധരനോ KPCCക്കോ ഉണ്ടായില്ലല്ലോ. അയാളെ ഇന്നും കോൺഗ്രസ് വേദികളിൽ ചുമന്നുകൊണ്ട് നടക്കുകയില്ലേ ഈ നാണം കെട്ട കോൺഗ്രസ്? എന്നിട്ടാണോ BJPയെ വിമർശിക്കാനായിട്ട് ഈ കോൺഗ്രസ് നേതാക്കന്മാർ വന്നുകൊണ്ടിരിക്കുന്നത്? ഇവർക്ക് എന്താണ് ധാർമ്മികമായ അധികാരം BJPയെ വിമർശിക്കാൻ? നിലമ്പൂരിലെ കോൺഗ്രസ് ഓഫീസിൽ ഒരു പാവപ്പെട്ട സ്ത്രീയെ കൊന്ന് ചാക്കിക്കെട്ടിവെച്ചത് കെ മുരളീധരൻ മറന്നുപോയോ? ഒരു കോൺഗ്രസ് വനിതാ നേതാവിനെ കൊന്ന് ചാക്കിൽ കെട്ടിവെച്ചത് കെ മുരളീധരൻ മറന്നോ? ഇങ്ങനെ ചാരിത്ര പ്രസംഗം നടത്തരുതേ മുരളീധര, പലതും വിളിച്ചു പറയേണ്ടി വരും. KPCC കോൺഗ്രസിനെ വഞ്ചിച്ച് DIC ഉണ്ടാക്കുന്ന സമയത്ത് നിങ്ങളുടെ നേതാക്കന്മാർ KPCC ഓഫീസിൽ നടക്കുന്നത് അനാശാസ്യമാണ് എന്ന് പറഞ്ഞ നേതാവിന്റെ പേരും കെ മുരളീധരനും ഉണ്ണിത്താനും ഒക്കെയാ. അവിടെ വെച്ചിരിക്കുന്ന ബക്കറ്റും വെള്ളത്തിനും എന്തൊക്കെ പരിപ്രേക്ഷ്യമാണ്, KPCC ഓഫീസിൽ വെച്ചിരിക്കുന്ന ബക്കറ്റിനും വെള്ളത്തിനും എന്ത് പരിപ്രേക്ഷ്യമാണ് നിങ്ങളുടെ അന്നത്തെ നിങ്ങൾ നൽകിയത്? നാണമുണ്ടോ നിങ്ങൾക്ക് BJP വിമർശിക്കാൻ? സ്വന്തം പാർട്ടിക്കാരെ കുരുതി കൊടുക്കുന്ന, സ്വന്തം പാർട്ടിക്കാരെ കൊലയ്ക്ക് കൊടുക്കുന്ന, സ്വന്തം പാർട്ടി ഓഫീസ് വ്യഭിചാര കേന്ദ്രമാണ്, KPCC ഓഫീസ് വ്യഭിചാര കേന്ദ്രമാണെന്ന് പറയുന്ന ഈ നേതാക്കന്മാരാണോ BJPയെ വിമർശിക്കാൻ വരുന്നത്? അതുകൊണ്ട് ഞങ്ങളെ വിമർശിക്കാൻ വന്നാൽ ഞങ്ങൾക്ക് പലതും പറയേണ്ടി വരുമെന്ന് കെ മുരളീധരനോടും KPCCയോടും CPMനെയും ഓർമ്മിപ്പിക്കാൻ BJP ആഗ്രഹിക്കുക. ഇനി കമ്മ്യൂണിസ്റ്റുകാർക്കോ 51 വെട്ടുവെട്ടി സ്വന്തം സഖാവിനെ കൊന്നപ്പോ ഈ കമ്മ്യൂണിസ്റ്റുകാരുടെ എന്ത് ന്യായമാ പറയാനുണ്ടായിരുന്നത്? മാഷാ അല്ലാ എന്ന് എഴുതി വെച്ച സ്റ്റിക്കർ ഒട്ടിച്ച കാർ വിട്ടല്ലേ കൊന്നത് TP ചന്ദ്രശേഖരനെ? പിണറായി വിജയനേക്കാളും കരുത്തുറ്റ സഖാവല്ലായിരുന്നോ TP ചന്ദ്രശേഖർ? അദ്ദേഹത്തിനെ കൊന്നില്ലേ നിങ്ങൾ? സ്വന്തം സഖാവല്ലേ? BJPക്കാരും RSS പ്രവർത്തകരും അങ്ങനെ ഏതെങ്കിലും സഹപ്രവർത്തകർക്കെതിരെ ഇത്തരത്തിൽ നീങ്ങിയതായിട്ട് നിങ്ങൾ കേരള ചരിത്രത്തിൽ എന്തെങ്കിലും കാണിക്കാൻ നിങ്ങൾക്ക് സാധിക്കുമോ? ഇന്ത്യയിൽ എന്തെങ്കിലും കാണിക്കാൻ സാധിക്കുമോ? പത്തനംതിട്ടയിലെ അടൂരിൽ DYFI നേതാവ് സഖാവ് ജോയൽ എങ്ങനെയാണ് മരിച്ചത്? സഖാക്കന്മാരെ ശിവൻകുട്ടിയോടാ ചോദിക്കും, മന്ത്രി ശിവൻകുട്ടിയോടാ ചോദിക്കുന്നത്. DYFI നേതാവിനെ കൊടും കൊലപാതകമല്ലേ നടത്തിയത്? പോലീസിനെ കൊണ്ട് കള്ളക്കേസിൽ കുടുക്കി മർദ്ദിപ്പിച്ച് കൊലപ്പെടുത്തിയതല്ലേ DYFI നേതാവിനെ? ആ ശിവൻകുട്ടിയാണോ BJPയുമായിട്ട് നേരിട്ട് ബന്ധമില്ലാത്ത ഒരാൾ ആത്മഹത്യ ചെയ്ത സമയത്ത് ഷോ കാണിക്കുന്നത്? അതിനെ രാഷ്ട്രീയമായിട്ട് നീചമായിട്ട് മുതലെടുക്കാൻ ശ്രമിക്കുന്ന മന്ത്രി ശിവൻകുട്ടി ഇതിനുത്തരം പറയണ്ടേ? CPMന്റെ ഓഫീസിൽ യുവതി ആത്മഹത്യ ചെയ്തത് ഇനി ശിവൻകുട്ടിയെ ഞങ്ങൾ ഓർമ്മിപ്പിക്കണോ? CPMന്റെ ഓഫീസിലല്ലേ ഒരു യുവതി ആത്മഹത്യ ചെയ്തത്? അതുകൊണ്ട് ഞങ്ങൾക്കൊന്നേ പറയാനുള്ളൂ, ഞങ്ങൾക്ക് വേണമെങ്കിൽ ഈ സംഭവങ്ങൾ നടക്കുന്ന സമയത്ത് ആ ശവശരീരങ്ങൾ വെച്ച് CPMനെയും കോൺഗ്രസിനെയും ഞങ്ങൾക്കും ഇതുപോലെ അധിക്ഷേപിക്കാമായിരുന്നു, ആക്ഷേപിക്കാമായിരുന്നു, അപമാനിക്കാമായിരുന്നു. പക്ഷെ മരിച്ചു വീഴുന്ന ഏത് പാർട്ടിക്കാരനാണെങ്കിലും മരിച്ചു വീഴുന്ന പ്രവർത്തകരുടെ ശവശരീരവും ആത്മാവിനെയും വെച്ച് രാഷ്ട്രീയം കളിക്കുന്ന സംസ്കാരം BJPക്കില്ല.